ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നും പ്രാർത്ഥിക്കുന്ന യേശു തൻ്റെ തിരക്കിട്ട ശുശ്രൂഷയുടെ ഇടയിലും എന്നും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന യേശു കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടും. പ്രാർത്ഥിക്കാതെ മുന്നേറാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എത്ര വലിയ ഒരുക്കമുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജഡം ബലഹീനമാണെന്ന് നിങ്ങൾ മറക്കരുത്. ആത്മാവിന് ഒരുക്കമുണ്ടായിരിക്കാം, പക്ഷേ ആത്മാവിന് നിന്നിൽ കർത്തൃത്വം നടത്താൻ സാധിക്കണമെങ്കിൽ, ആത്മാവ് നിന്നെ നിയന്ത്രിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിന്നിൽ നിറവേറണമെങ്കിൽ, ദൈവത്താൽ നടത്തപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിന്റെ ജഡം ബലഹീനമാണെന്ന് നീ മറക്കരുത്. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജഡത്തിൻ്റെ അഭിലാഷം നിങ്ങളെ നിറവേറും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ജഡം ബലഹീനമാണെങ്കിലും ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തമാണ് നിത്യത, നിത്യജീവൻ. ആ നിത്യജീവനിലേക്ക് നാം ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ജഡം നമ്മിൽ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനോ ദൈവത്തോട് ഒത്തിരി ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കാര്യസാധ്യം നടത്തേണ്ടതിന് വേണ്ടിയൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ ഭാഗമാണേലും പ്രാർത്ഥന നിലനിൽപ്പിൻ്റെ വിഷയമാണ്. പ്രാർത്ഥിക്കാതെ ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നീ ബലഹീനനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കണം. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുകയാണ്. ജഡം ബലഹീനമാണ്. നാം പ്രാർത്ഥിക്കേണ്ടവരാണ്. ഏതു നേരത്തും പ്രാർത്ഥിക്കേണ്ടവരാണ്. ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കായി ദൈവപാദപ്പെടുത്തിങ്കിലേക്ക് അടുത്തു വരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.